അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്ന ശേഷം ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 10 ദിവസം കൂടി കഴിയുമ്പോഴും ഇവിടെ എത്തുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം കുംഭമേള നടക്കുന്നു, അതും കൂടി ചേർത്തുകൊണ്ട് വായിക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടുത്തെ ഈ ജനക്കൂട്ടം. കാരണം കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇവിടെ അനുസ്യൂതമായ ജനപ്രവാഹമാണ് കാണുന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ എത്തുന്നു. അത് അയോധ്യയിൽ ശ്രീരാമനെ കണ്ട ശേഷം അല്ലെങ്കിൽ അവിടെ നിന്നും പ്രയാഗിലേക്കുള്ള പ്രയാണത്തിലാണ് ജനങ്ങൾ എന്ന് വേണം കരുതാൻ. മാത്രമല്ല അനുദിനം ഇവിടേക്ക് എത്തുന്ന ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയിലേക്കാണ് നമ്മളിപ്പോൾ ക്യാമറ ചലിപ്പിക്കുന്നത്. അവിടെ പുണ്യസ്നാനം ചെയ്യാനെത്തുന്നവർ ഇവിടെയും, അതായത് രാംലല്ലയെ കൂടി ദർശിച്ച ശേഷമാണ് അവർ തങ്ങളുടെ നാടുകളിലേക്കും വീടുകളിലേക്കും മടങ്ങുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവരുടെ എണ്ണത്തിൽ 10 മടങ്ങ് വർധനവാണ് കഴിഞ്ഞ 15 ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രാദേശിക ഭരണകൂടം പറയുന്നു. ജില്ലകളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് പ്രാധാന്യവും നൽകണമെന്നാണ് ഇവിടെ ഉള്ള നിഷ്കർഷ. അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതെന്ന് കാണാം. എല്ലാ റോഡുകളും ഈ ഭാഗത്തേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ രാത്രി 9 മണിയോട് അടുത്തിരിക്കുന്നു. അതായത് ഇവിടെ ദർശനത്തിന് സമയം അവസാനിക്കാറായിരിക്കുന്നു. എങ്കിലും ഇവിടെ എത്തുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ ഒഴുക്കിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അയോധ്യയിൽ നിന്നും ബിനുകുമാറിനോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്.